ഉമ്മൻചാണ്ടി സർക്കാർ കേരളം ഭരിക്കുന്ന കാലം അന്ന് ഇന്നത്തെ പോലെ സാമ്പത്തിക പ്രതിസന്ധിയില്ല. എന്നിട്ടും 18 മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണം ചെയ്തില്ല. ആ തുക പിന്നീട് അധികാരത്തിൽ വന്ന പിണറായി വിജയൻ സർക്കാരാണ് കൊടുത്തു തീർത്തത്. എന്നാൽ ഉമ്മൻചാണ്ടി സർക്കാർ 18 മാസത്തെ ക്ഷേമ പെൻഷൻ കുടിശ്ശിക വരുത്തിയിട്ടില്ലെന്നാണ് ഇപ്പോൾ കോൺഗ്രസ് നേതാക്കൾ പറയുന്നത്. ഇവരുടെ വാദം തെറ്റാണെന്ന് നിയമസഭാ രേഖകൾ തന്നെ തെളിയിക്കുന്നു. ഈ സർക്കാർ എത്ര മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണം നടത്തി എന്നതായിരുന്നു അന്ന് MLA ആയിരുന്ന M സ്വരാജ് നിയമസഭയിൽ ചോദ്യം ഉന്നയിച്ചത്. ഇതിന് സർക്കാർ നിയമസഭയിൽ രേഖാമൂലം നൽകിയ മറുപടി 2014 നവംബർ മുതലുള്ള കുടിശ്ശികയും 2016 ജൂൺ മുതൽ 2017 മാർച്ച് വരെയുള്ള 10 മാസത്തെ പെൻഷനും ഈ LDF സർക്കാർ വിതരണം ചെയ്തെന്ന് അന്നത്തെ ധനമന്ത്രി തോമസ് ഐസക് വ്യക്തമാക്കി. UDF ഭരണകാലത്തെ ക്ഷേമ പെൻഷൻ കുടിശ്ശിക ഇങ്ങനെയാണ്. 2014 നൽകാനുള്ളത് 2 മാസത്തെ കുടിശ്ശിക, 2015 അത് 12 മാസത്തെ കുടിശ്ശികയായി മാറി, 2014 4 മാസത്തെ കുടിശ്ശിക, അങ്ങനെ ആകെ 18 മാസത്തെ കുടിശ്ശികയാണ് UDF സർക്കാർ വരുത്തിവെച്ചത്.